+1 മാത്സിലെ സെറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കീം 2025 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഏതൊക്കെ പോർഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ സെറ്റ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ബേസിക് ഡെഫിനിഷനാണ്. സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് ആണ്. പിന്നെ എലമെൻറ്റ്സ് ഉണ്ട്. ദ ഒബ്ജക്ട്സ് ഇൻ എ സെറ്റ്, ഒരു സെറ്റിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു സെറ്റ് 1, 2 ആണ്. 1, 2 ഉള്ളൊരു സെറ്റാണെങ്കിൽ ഈ 1ഉം 2ഉം ആണ് അതിൽ എലമെൻറ്റ്സ്. നൊട്ടേഷൻ: സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ലെറ്റർ എ, ബി, സി ആൻഡ് എലമെൻറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് അതിലുള്ള എലമെൻറ്റ്സ് എ, ബി, സി ആയിരിക്കും. അതാണ് നൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സെറ്റ്സ്. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ് ഡിനോട്ടഡ് 5 ഓർ ഇങ്ങനെയായിരിക്കും സെറ്റ്സിന് നൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിംഗ്ലട്ടൺ സെറ്റ്, എ സെറ്റ് വിത്ത് ഓൺലി 1 എലമെൻറ്റ്. സോ ഒരു എലമെൻറ്റ് മാത്രമാണ്. ഇപ്പോൾ ഇതൊരു സെറ്റാണ്, 1 മാത്രമാണെങ്കിൽ ഇതിനെ നമ്മൾ സിംഗിൾ സെറ്റ് എന്ന് പറയും. സെറ്റിൻ്റെ ഇങ്ങനെയാട്ടോ വരയ്ക്കേണ്ടത്. പിന്നെ ഫൈനൈറ്റ് സെറ്റ്, എ സെറ്റ് വിത്ത് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. കുറച്ച് അത്യാവശ്യം കൗണ്ടിങ് ആണുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1, 2, 3 ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്നും. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഒരു സെറ്റിൻ്റെ അകത്ത് നമുക്ക് എണ്ണാൻ പറ്റാവുന്നതിൽ അധികം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇനി യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറഞ്ഞാൽ എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ എലമെൻറ്റ്സ് അണ്ടർ എ കൺസിഡറേഷൻ. സോ ഒട്ടുമിക്ക എല്ലാ എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് പറയാം. ഇനി സബ്സെറ്റ്: എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെൻറ്റ്സ് ഓഫ് എ ഈസ് ഓൾസോ നോൺ ആസ് എലമെൻറ്റ് ഓഫ് ബി. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടാകും. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയിലെ ഒരു സബ്സെറ്റാണ്. ഓക്കെ, അതായത് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എ എന്ന് പറയുന്നത് 1, 2 ഉണ്ടെന്ന് വിചാരിക്കും. ഇനി ബി എന്ന് പറയുന്നത് 1, 2, 3 ഉണ്ടെങ്കിൽ, ഇപ്പം ഇത് 1ഉം 2ഉം സെറ്റ് എയിലല്ലേ, അപ്പോൾ അത് നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റാണെന്ന് പറയാം. ഇനി പവർ സെറ്റ്: the set of all subsets of a set A denoted by P of A. ഇനി അടുത്തത് സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ: എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദറ്റ് ബിലോങ്ങിങ് ടു എ ഓർ ബി, അല്ലെങ്കിൽ ബോത്തിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: സെറ്റ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ഇ ബി എന്ന് ഇങ്ങനെ എഴുതാം. ഇനി ഇൻ്റർസെക്ഷൻ: എ ഇൻ്റർസെക്ഷൻ ബി ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ എയിലും ബിയിലും ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമുക്ക് യൂണിയൻ എന്നും, ഇനി രണ്ടിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്നും പറയും. ഓക്കെ, ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിലുണ്ടാകും, ആൻഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. അടുത്തത് ഡിഫറൻസ്: എ മൈനസ് ബി ആണ്. ഇത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ബിലോങ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് പക്ഷേ ബിയിലില്ല, അതിനാണ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയും. ഇനി കോംപ്ലിമെൻറ്റ്: എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക: ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ യൂണിവേഴ്സ് സെറ്റ് യു ദാറ്റ് ഡു നോട്ട് ബിലോങ് ടു എ. അതായത് യുവിലുള്ളത് എയിലില്ലെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് എ എന്ന് പറയും. അതായത് യൂണിവേഴ്സൽ സെറ്റ് യു ഇല്ലേ, അതിൽ എയിലില്ലാത്ത സാധനങ്ങളെ നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു സെറ്റ് എ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, സെറ്റ് എ ഉണ്ട്, അതിൽ 1, 2 ഉണ്ട്. അപ്പോൾ അതിലില്ലാത്ത സാധനങ്ങളെ നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്: ഇഫ് എ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്, n of a denotes the number of elements in a set. ഇനി നമ്പർ ഓഫ് സബ്സെറ്റ് ആണെങ്കിൽ, ഇഫ് എ സെറ്റ് എ ഹാസ് n elements and the number of subset of a is 2 raised to n ആയിരിക്കും. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ
ഇഫ് എ സെറ്റ് എ ഹാസ് എൻ n element, the number of proper subsets of A is 2n-1 ആയിരിക്കും. അപ്പോൾ സബ്സെറ്റ് 2n പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ 2n-1 ആയിരിക്കും. ഇനി ഡിമോർഗൻസ് ലോ ആണ്. ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ബി എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആണെങ്കിൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറയും. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി കാർഡിനാലിറ്റി ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഇനി യൂണിയൻ ഓഫ് 3 സെറ്റ്സ് ഉണ്ടെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എ. ഓക്കെ, അടുത്തത് വെൻ ഡയഗ്രംസ് ആണ്. വെൻ ഡയഗ്രാം ആർ യൂസ് ടു വിഷ്വലൈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സിലെ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് വെൻ ഡയഗ്രാം. കോമൺ റീജിയൻസ് ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഓൾ എലമെൻറ്റ്സ് ഇൻ എ ഓർ ബി, അതായത് മൊത്തം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എ യൂണിയൻ ബിയും, കോമൺ ടു എ ആൻഡ് ബി ആണെങ്കിൽ അത് എ ഇൻ്റർസെക്ഷൻ ബിയും. ഇനി എ മൈനസ് ബി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. പിന്നെ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ല. അത് അങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്. 6 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ആദ്യത്തത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. 2 sets A and B are disjoint if A intersection B is null. പിന്നെ ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ 2 sets A and B are equal if A is a subset of B and B is a subset of A. അതായത് എയിലുള്ളത് തന്നെ ബിയിലുണ്ട്, ബിയിലുള്ളത് തന്നെ എയിലുണ്ടെങ്കിൽ അത് ഈക്വൽ സെറ്റ് ആയിരിക്കും. ഇക്വാലൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 sets A and B are equivalent if n of A and n equal to n of B. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇഫ് എ ഇസ് 1, 2, 3 and B is set of 2, 3, 4, find A union B and B A intersection B. A യൂണിയൻ എന്ന് പറയുമ്പം അതിലുള്ള എല്ലാത്തിനെയും എഴുതിയെടുക്കണം. ഇത് 1, 2, 3 പിന്നെ ഉള്ളത് 4, അപ്പോൾ അത് എഴുതണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പം 2, 3 ആണ് രണ്ടിലും കോമൺ, അപ്പോൾ സെറ്റ് ഓഫ് 2, 3. ഇനി ഇഫ് n of A equal to 5 and n of B is 7, n of A intersection B is 3, find n of A union B. സോ n of A union B കിട്ടണമെങ്കിൽ A plus B ചെയ്തിട്ട് അതിൽ നിന്നിട്ട് n of A intersection B ചെയ്താൽ മതി. അപ്പം 9 കിട്ടും. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A equal to A, B, C. സബ്സെറ്റിലാണെങ്കിൽ 2n ആണ് ഇക്വേഷൻ. അപ്പോൾ 2 8 സബ്സെറ്റ്സ്. വെരിഫൈ ഡിമോർഗൻസ് ലോ ഓഫ് ഫോർ A equal to 1, 2, 3 and B equal to 2, 3, 4 with universal set 1, 2, 3, 4 and 5. ഡിമോർഗൻസ് ലോ പ്രകാരം A യൂണിയൻ B കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 5 ആയിരിക്കും. കാരണം A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇത് സിമ്പിൾ ചാപ്റ്ററാണ്, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ വരുന്നതായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.